ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ദശമഹാവിദ്യകളിൽ 9ാമത്തേത് മാതംഗിയാണ്. സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി. വാക്ക്, കല, അറിവ്, ഭാവന എന്നിവയുടെ അതിദേവതയാണ് മാതംഗി. സന്ധ്യാവന്ദനം, മാനസപൂജ, ജപം, ധ്യാനം, സൂര്യോദയത്തിനും അസ്തമയത്തിലും നടത്തുന്ന ഗായത്രി ജപം, ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥനകൾ ഇവയെല്ലാം ഏകാന്ത പ്രാർത്ഥനകളാണ്. ഇത്തരം പ്രാർത്ഥനകളാണ് നമ്മെ അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിലേക്ക് നയിക്കാൻ ഏറെ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി ഇന്നത്തെ സന്ധ്യാനാമത്തിന്റെ സമയമാണ്, കേൾക്കാം.
ഭഗവാൻ കൃഷ്ണൻ ഭക്തർ നൽകുന്ന സമ്മാനങ്ങളുടെ മൂല്യം അളക്കുന്നത് അവരുടെ ആത്മാർത്ഥതയിലും സ്നേഹത്തിലുമാണ്. കുചേലന് ഒരു പിടി അവിലിനു പകരം സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തവനാണ് കൃഷ്ണൻ. അത്തരത്തിലുള്ള ഒരു കഥയാണ് അമ്പാടിയിലെത്തിയ പഴക്കാരിയും കൃഷ്ണനും തമ്മിലുള്ള കഥ. ഇന്നത്തെ നൈമിഷാരണ്യം ആ കഥയാണ് വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കൃഷ്ണകഥകളുടെ ഒരു പ്രത്യേകത, എത്രത്തോളം അത് കേൾക്കുന്നു അത്രത്തോളം തന്നെ അത് വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് കേൾവിക്കാർക്ക് അനുഭൂതി ഉണ്ടാവും എന്നുള്ളതാണ്. പല പ്രേക്ഷകരും എത്രയോ തവണ പല കൃഷ്ണകഥകളും കേട്ടിട്ടുണ്ടാവും. ഭഗവാൻ കാളിയൻ്റെ പുറത്ത് നൃത്തം ചെയ്ത കഥ, അല്ലെങ്കിൽ പൂതന എന്ന് വിളിക്കപ്പെടുന്ന രാക്ഷസിക്ക് ഭഗവാൻ മോക്ഷം കൊടുത്ത കഥ, എത്രയോ തവണ ഈ ആയുസ്സിനിടയ്ക്ക് ഈ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും പിന്നെയും അത് കേൾക്കണം എന്നുള്ളൊരു ഭാവമാണ് ഓരോ കൃഷ്ണഭക്തരിലും ഉണ്ടാവാറുള്ളത്. മഹാത്മാക്കൾ പറയാറുണ്ട്, കൃഷ്ണകഥകളുടെ പ്രത്യേകത, കൃഷ്ണകഥകൾ പറയുന്ന ആൾക്ക് മോക്ഷം, കൃഷ്ണകഥ കേൾക്കുന്ന ആൾക്കാർക്ക് മോക്ഷം, കൃഷ്ണകഥ പറയാനും കേൾക്കാനും സാഹചര്യം ഉണ്ടാക്കിയവർക്ക് മോക്ഷം എന്നാണ്. അത്രയധികം വിശേഷമാണ് കൃഷ്ണകഥകൾ. ഒരു സാധു, ഒരു മോക്ഷാന്വേഷിയായിട്ടുള്ള ഒരു സന്യാസി, അദ്ദേഹത്തോട് നമ്മൾ ഒരുപാട് പണം അദ്ദേഹത്തിന് തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വേണ്ടാന്ന് പറയും. ഏറ്റവും വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും അദ്ദേഹം വേണ്ടാന്ന് പറയും. ഏറ്റവും ആഡംബരം നിറഞ്ഞ ഒരു വാഹനം അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും അദ്ദേഹം വേണ്ടാന്ന് പറയും. പക്ഷെ അദ്ദേഹത്തോട് കൃഷ്ണകഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം താല്പര്യത്തോടുകൂടി ആ സദസ്സിൽ വന്നിരിക്കും എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. അത്രയധികം വൈശിഷ്യാണ് കൃഷ്ണകഥകൾക്കുള്ളത്. ഭഗവാന്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണകഥകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കഥയാണ് ഭഗവാന്റെയും ഒരു പഴം വിൽപ്പനക്കാരിയുടെയും കഥ. പണ്ട് ഭഗവാൻ ഗോകുലത്തിൽ താമസിക്കുന്ന സമയത്ത്, ഉണ്ണികൃഷ്ണനായിരിക്കുന്ന സമയത്ത്, ഒരു പഴം വിൽപ്പനക്കാരി ഫലങ്ങൾ വേണോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഗോകുലത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ ഏതാണ്ട് അന്നൊരു 5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണെന്നാണ് സങ്കല്പം. അപ്പോൾ ഭഗവാൻ ഇതിങ്ങനെ കേട്ടു അത്രേ, വീട്ടിലിരുന്നുകൊണ്ട് ഫലം വേണോ. അപ്പോൾ ഭഗവാൻ തമാശയായിട്ട് മനസ്സിൽ ചിന്തിച്ചു എന്നാണ്, സാധാരണ ആളുകളൊക്കെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഞാനാണ് അങ്ങോട്ട് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഫലം വേണോ എന്ന് ചോദിക്കുന്നത്. എന്നാൽ പിന്നെ അയാളെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് കരുതി ഭഗവാൻ കൈ കൊട്ടിയിട്ട് ആ അമ്മയെ ഭഗവാന്റെ അടുത്തേക്ക് വിളിച്ചു എന്നാണ്. ഒരു കുട്ടിയാണ് വിളിക്കുന്നതെന്ന് കണ്ടിട്ടും ആ കുട്ടിയുടെ രൂപത്തിലുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ആ കുട്ടിയോട് തോന്നിയിട്ടുള്ള അഗാധമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒറ്റ പിൻബലത്തിൽ ആ വലിയ കുട്ടയും ചുമന്നുകൊണ്ട് ആ പഴം വിൽപ്പനക്കാരി ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്നാണ്. അവിടെ ചെന്ന് തൻ്റെ ഭാരമേറിയ കുട്ട അവർ താഴേക്ക് ഇറക്കി വെച്ചു. ഒന്നും ചോദിക്കുന്നില്ല, ആ കുട്ടിയുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു ആ സ്ത്രീ എന്നാണ്. ആ സമയത്ത് ഭഗവാൻ തൻ്റെ ആ മായയെ അങ്ങോട്ട് പ്രദർശിപ്പിക്കാൻ തുടങ്ങിയതാണ്. ഭഗവാൻ ആ സ്ത്രീയോട് ചോദിച്ചു, അമ്മേ, എനിക്ക് കുറച്ച് പഴം വേണമെന്ന് താല്പര്യമുണ്ട്, എനിക്ക് കുറച്ച് പഴം തരുമെന്ന്. അല്ലെങ്കിലേ ആ കുട്ടിയിൽ അതികഠിനമായിട്ടുള്ള സ്നേഹം തോന്നിയിട്ടുള്ള ആ സ്ത്രീ ഉറക്കെ പറഞ്ഞു എന്നാണ്, ഉണ്ണി, ഈ കൊട്ടയിലുള്ള പഴം മുഴുവൻ നിനക്കുള്ളതാണ്, ഇന്ന് എനിക്ക് വേറെ ആർക്കും പഴം കൊടുക്കാൻ താല്പര്യമില്ല, ഇത് മുഴുവൻ നീ എടുത്തോളൂ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ആ കുട്ട മുഴുവൻ അങ്ങോട്ട് കൊടുത്തു എന്നാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ആ അമ്മയോട് പറഞ്ഞു, ഇത് മുഴുവനൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, എൻ്റെ ഏട്ടനുണ്ട് ബലരാമൻ, അദ്ദേഹത്തിന് ഈ ഭക്ഷണമൊക്കെ കുറച്ച് താല്പര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ആ കുട്ടയിലുള്ള പഴങ്ങളൊക്കെ നിലത്ത് കൊട്ടി ആ സ്ത്രീ എന്നാണ്. അത് കഴിഞ്ഞ് ആ കുട്ടയെടുത്ത് അവർ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ കുട്ടിയെ പിരിയാൻ എന്തോ ഒരു വൈഷമ്യം അവർക്കുള്ളതായിട്ട് തോന്നി. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ വീട്ടിലേക്ക് പോകേണ്ടതാണല്ലോ എന്നുള്ള ധാരണയിൽ അവർ പതുക്കെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ആ സമയത്ത് വീണ്ടും ഭഗവാൻ അവരെ കൈകൊട്ടി വിളിച്ചു എന്നാണ്, എനിക്ക് ഇതൊക്കെ തന്നിട്ട് വെറും കൈയോടുകൂടി തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരുടെ കയ്യിൽ നിന്നും വെറുതെ ഒന്നും വാങ്ങരുത്. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ തിരിച്ച് അവർക്ക് അങ്ങോട്ടും എന്തെങ്കിലും കൊടുത്തോളണം എന്നാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ആ ഉണ്ണികൃഷ്ണൻ പിച്ച വെച്ചുകൊണ്ട് പത്തായം ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി എന്നാണ്. അവിടെ ചെന്ന ഭഗവാൻ തൻ്റെ 2 കൈയിലും നിറയെ നെൽമണികൾ സ്വീകരിച്ചു എന്നാണ്. ആ നെൽമണികളുമായിട്ട് നടന്നു വരുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണൻ്റെ കൈ ആയതുകൊണ്ടും ആ കൈകൾ വിടർത്തി വെച്ചതുകൊണ്ടും ഒരുപാട് നെൽമണികൾ ആ വിരലിനിടയിലൂടെ ഊർന്ന് താഴേക്ക് പോയി. ഏതാനും മണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ മണികൾ കൊണ്ടുപോയിട്ട് ആ കൊട്ടയിലേക്ക് നിക്ഷേപിച്ചു ഭഗവാൻ. എനിക്ക് തരാൻ ഇതേ ഉള്ളൂ, ഇതുകൊണ്ട് സന്തോഷമായിട്ട് പോയിട്ട് വരൂ
എന്ന് ആ അമ്മയോട് ഉണ്ണി പറയുകയും ചെയ്തു. ആ അമ്മയ്ക്ക് വലിയ തമാശയാണ് തോന്നിയത്. കാരണം താൻ കൊടുത്തിട്ടുള്ള പഴങ്ങളുടെ മൂല്യമായിട്ട് തനിക്ക് കിട്ടിയിട്ടുള്ളത് 7-8 നെൽമണികളാണ്. എന്നാലും ആ കുട്ടിയുടെ സ്നേഹം കണ്ടപ്പോൾ, ആ കുട്ടിയെ പഠിപ്പിച്ച അമ്മയുടെ വാത്സല്യം കണ്ടപ്പോഴൊക്കെ ആ അമ്മയ്ക്ക് വലിയ സന്തോഷം തോന്നിയെന്നാണ് ആ കൊട്ടയെടുത്ത് അവർ അവരുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ മാർഗമധ്യേ അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നാണ്. കാരണം ഈ പഴങ്ങൾ മുഴുവൻ ഈ കുട്ടിക്ക് കൊടുത്തതിന് ശേഷവും തൻ്റെ കൊട്ടയ്ക്ക് അതികഠിനമായിട്ടുള്ള ഭാരം ഉണ്ടാവുന്നതായിട്ട് അവർക്ക് തോന്നിയെന്നാണ്. ഞാനിത് മുഴുവൻ നേരത്തെ ആ വ്രജത്തിൽ കൊടുത്തതാണല്ലോ, എന്താണ് ഇതിൽ ഇത്രയധികം ഘനം എന്നുള്ള ചിന്തയോടുകൂടി ആ പഴം വിൽപ്പനക്കാരി ആ കൊട്ട താഴേക്ക് ഇറക്കി വെച്ച് നോക്കിയപ്പോൾ കണ്ടത് ഏറ്റവും അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ, എത്രയോ സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, ഇതൊക്കെ ആ കുട്ടയിൽ നിറഞ്ഞതായിട്ട് കണ്ടു എന്നാണ്. കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ ഉണ്ണിയുടെ മുഖത്തെ ആ പഴം വിൽപ്പനക്കാരി തൻ്റെ മനസ്സിലേക്ക് സ്വാംശീകരിച്ചു എന്നുമാണ് ആ കഥയിൽ പറയുന്നത്. നമുക്ക് ഭഗവാൻ അങ്ങോട്ട് കൊടുക്കാനുള്ളത് എന്തോ ആയിക്കൊള്ളട്ടെ, അത് സ്നേഹത്തോടു കൂടി കൊടുക്കുക. എങ്ങനെയാണോ ആ ഉണ്ണിയുടെ മുഖം നോക്കിയിട്ട് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ആ പഴം വിൽപ്പനക്കാരി ആ പഴം മുഴുവൻ ആ ഉണ്ണിക്ക് കൊടുത്തത്, അതുപോലെ നമ്മളുടെ മനസ്സിലുള്ള മുഴുവൻ സ്നേഹവും നമുക്ക് ഭഗവാന് കൊടുക്കാൻ സാധിക്കട്ടെ. ഭഗവാൻ ചിലപ്പോൾ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരുന്നത് 1, 2, 3 നെൽമണികളായിരിക്കാം. പക്ഷേ ആ നെൽമണികൾ നമ്മളുടെ ജീവിതത്തിൽ അമൂല്യമായിട്ടുള്ള രത്നങ്ങളായിട്ട് മാറും എന്നുള്ള പാഠമാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു അഷ്ടമി രോഹിണി കാലഘട്ടത്തിൽ ഭഗവാന്റെ ഈ ഒരു കഥയെ അനുസ്മരിക്കുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഹംസം ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാദേവിയുടെ വാഹനമായി ഹംസത്തെ കണക്കാക്കുന്നത്. വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന പാലിൽ നിന്ന് വെള്ളം ഒഴിവാക്കി പാലു മാത്രം വേർതിരിക്കാൻ ഹംസത്തിന് കഴിയും എന്നൊരു സങ്കല്പമുണ്ട്. അതിനാൽ ഹംസവിളക്ക് കൊണ്ടുള്ള ആരതി ദർശനം ജ്ഞാനവും ശരികൾ തിരിച്ചറിയാനുള്ള കഴിവും പ്രദാനം ചെയ്യുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വരാഹം സദാഹം നമാമി, അഹം പ്രത്യഹം ത്വാം സ്മരാമി. വരാഹം സദാഹം നമാമി. ഇത് ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം. ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി വരാഹരൂപത്തിൽ അഭയമരുളുന്ന ദേവസ്ഥാനം. കേരളത്തിൽ വരാഹമൂർത്തി പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായാണ് ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വരാഹമൂർത്തിയുടെ അനുഗ്രഹം ഇവിടെ പരിലസിക്കുന്നത് കൊണ്ടാവാം ഈ പ്രദേശം ശ്രീവരാഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൈകുണ്ഠസ്ഥിതനായ സാക്ഷാൽ മഹാവിഷ്ണു വരാഹ അവതാരം എടുത്തതിനെപ്പറ്റി നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. ഭാഗവതം 3ാം സ്കന്ധം, ദേവീഭാഗവതം 8, 9 സ്കന്ധങ്ങൾ, അഗ്നിപുരാണം 4ാം അധ്യായം, പത്മപുരാണം ബ്രഹ്മഖണ്ഡം 91ാം അധ്യായം എന്നിവിടങ്ങളിലാണ് വരാഹ അവതാരത്തെ പരാമർശിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നതിനു മുമ്പ് ശ്രീവരാഹ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടുവെന്നാണ് ഐതിഹ്യം. ഭൂമിയിൽ അനന്തശയനമൂർത്തിയെ പ്രതിഷ്ഠിക്കുന്നതിനു മുമ്പ് ഈ ഭൂമിയെ തന്നെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന അവതാരമൂർത്തിയെ പ്രതിഷ്ഠിക്കണമെന്ന് ദേവപ്രശ്നം വിധിച്ചെന്ന് പറയപ്പെടുന്നു. തിരുവനന്തപുരത്ത് മുറജപത്തിനെത്തുന്ന നമ്പൂതിരിമാരുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ശ്രീവരാഹം ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. മിക്കവാറും പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ ഗ്രാമക്കാരുടെ കേന്ദ്രമായിരിക്കണം ഇവിടെയെന്ന് അനുമാനിക്കപ്പെടുന്നു. കേരളത്തിൽ ലക്ഷ്മി വരാഹ പ്രതിഷ്ഠയുള്ള മറ്റൊരു ക്ഷേത്രം പന്നിയൂരാണ്.
പന്നിയൂരും ശ്രീവരാഹവും തമ്മിൽ അഭേദ്യമായ ബന്ധം കണക്കാക്കുന്നു. പാലക്കാട് ജില്ലയിലെ ആനക്കര പഞ്ചായത്തിൽ കുറ്റിപ്പുറം തൃത്താല റൂട്ടിലെ കുമ്പിടിയിലാണ് പന്നിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ശ്രീവരാഹത്തെ പോലെ പണിതീർത്തതാണ് പന്നിയൂരിലെ വിഗ്രഹവും എന്നും കണക്കാക്കപ്പെടുന്നു. ശ്രീവരാഹത്ത് പ്രതിഷ്ഠ അഭയഹസ്തമാണെങ്കിൽ പന്നിയൂരിൽ ഗദാധാരിയാണ്. ഇതുപ്രകാരം നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വരാഹമൂർത്തി പ്രതിഷ്ഠയാണ് തിരുവനന്തപുരത്തെ ശ്രീവരാഹം ക്ഷേത്രത്തിലേതെന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം രണ്ടാമത് നിർമ്മിക്കുമ്പോൾ, മാർത്താണ്ഡ മഹാരാജ് നിർമ്മിക്കുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന് അഷ്ടബന്ധ കലശവും ചുറ്റമ്പലവും നാലമ്പലവും എല്ലാം കെട്ടി അതിനുശേഷമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം തുടങ്ങുന്നത്. ഇന്ത്യയിലെ പഴയ സങ്കല്പങ്ങളിലൊന്നാണ് വരാഹമൂർത്തി. ഗുജറാത്തിൽ കണ്ടെത്തിയ 8-ാം നൂറ്റാണ്ടിലെ വരാഹ പ്രതിഷ്ഠയിൽ വിഗ്രഹത്തിന്റെ ഇടത്തെ കാൽമുട്ടിൽ താങ്ങി നിർത്തിയ ഭൂഗോളത്തിലാണ് ഭൂമിദേവി നിൽക്കുന്നത്. ഉജ്ജയിനിയിലെ ഗുജാര രാജാവായ പ്രതിഹര വീരഭോജൻ അറബികളെ പരാജയപ്പെടുത്തിയ ശേഷം ആദിവരാഹസ്ഥാനം തന്റെ പേരിനോടൊപ്പം ചേർത്തിരുന്നു എന്ന് ചരിത്രം പറയുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ ചിഹ്നം വരാഹമായിരുന്നു. വരാഹ ചിഹ്നം ഉപയോഗിച്ചതുകൊണ്ടാണ് സ്വർണ്ണ നാണയങ്ങൾ വരാഹൻ എന്നറിയപ്പെടാൻ കാരണം. ബഡാമിയിലെ ചാലൂക്യർ നിരവധി വരാഹക്ഷേത്രങ്ങൾ പണിതീർത്തിട്ടുണ്ട്. സൗരാഷ്ട്രയിലെ ദാരുകുല രാജാക്കന്മാരുടെ ചിഹ്നവും വരാഹമായിരുന്നു. വരാഹം കേരളത്തിൽ വന്നത് ഗുജറാത്തിൽ നിന്നോ സൗരാഷ്ട്രയിൽ നിന്നോ ആകാൻ സാധ്യതയുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഭൂവരാഹം, ലക്ഷ്മി വരാഹം, യജ്ഞവരാഹം, കേവലവരാഹം എന്നിവയാണ് വരാഹരൂപങ്ങളിൽ മുഖ്യമായത്. കേരളത്തിന്റെ വടക്കുള്ള പന്നിയൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാർ തെക്ക് തിരുവനന്തപുരത്തുള്ള ശ്രീവരാഹം ക്ഷേത്രത്തിൽ എത്താൻ പ്രധാനമായും പറയുന്നത് 2 ഗ്രാമക്കാർ തമ്മിലുള്ള കിടമത്സരമായിരുന്നു. പഴയ മലയാളക്കരയിലെ ശുഗപുരം ഗ്രാമക്കാരും പന്നിയൂർ ഗ്രാമക്കാരും ബദ്ധവൈരികളായിരുന്നു. ശുഗപുരം ഗ്രാമക്കാർ പന്നിയൂരിനെ തകർത്തപ്പോൾ പ്രാണരക്ഷാർത്ഥം നമ്പൂതിരിമാർ ശ്രീവരാഹത്തേക്കും വന്നിരിക്കാം എന്ന് അനുമാനിക്കപ്പെടുന്നു. ക്ഷേത്ര നിർമ്മാണത്തിൽ വരാഹമൂർത്തിക്ക് ഉപദേവസ്ഥാനം മാത്രമേ നൽകാവൂ എന്നാണ് മത്സ്യപുരാണത്തിലെ വിധി. നരസിംഹത്തിനും ഇത് ബാധകമാണ്. ശ്രീവരാഹം ക്ഷേത്രത്തിൽ പ്രധാന ദേവൻ വരാഹമൂർത്തി തന്നെയാണ്. താന്ത്രിക വിധി ലംഘിക്കാതിരിക്കാനാകണം പ്രതിഷ്ഠ ലക്ഷ്മി വരാഹ മൂർത്തി രൂപത്തിലാക്കിയത്. ഒറ്റശിലയിൽ നിർമ്മിച്ച വിഗ്രഹത്തിൽ ലക്ഷ്മി ദേവി വരാഹമൂർത്തിയുടെ ഇടത്തെ തുടമേലിരിക്കുന്നു. ചതുർബാഹുവായ ദേവന്റെ താഴത്തെ ഇടംകൈയ്യ് ദേവിയുടെ അരയെ ചുറ്റി ചേർത്ത് പിടിച്ചിരിക്കുന്നു. ദേവൻ മറ്റു കൈകളിൽ ശംഖും ചക്രവും അഭയമുദ്രയും ധരിച്ചിരിക്കുന്നു. ദേവിക്ക് 2 കൈകളേ ഉള്ളൂ. ഒന്നിൽ താമരപ്പൂവുണ്ട്. പൊതുവേ നമുക്കറിയാം, മൂർത്തികളെല്ലാം കോപാകുലരാണ്. നരസിംഹമൂർത്തിയായാലും വരാഹമൂർത്തിയായാലും അവരുടെ ആ കോപം അകറ്റാൻ വേണ്ടിയാണ് ലക്ഷ്മി ദേവിയെ കൂടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യമാണ്. ഒന്ന്, ഫലപ്രാപ്തിയും കിട്ടും. ആദ്യം ഫലം കിട്ടും, പിന്നെ ഫലപ്രാപ്തിയും കിട്ടും. ഈ ക്ഷേത്രം എന്ന് സ്ഥാപിക്കപ്പെട്ടു എന്നതിന് രേഖയൊന്നുമില്ല. ശങ്കുണ്ണി മേനോന്റെ തിരുവിതാംകൂർ ചരിത്രത്തിൽ വർഷപുരാണം ഈ ക്ഷേത്രത്തെപ്പറ്റി പ്രസ്താവമുണ്ടത്രേ. കലിവർഷം തുടങ്ങി 950-ാം ദിവസം ദിവാകര മുനി അനന്തശയന പ്രതിഷ്ഠ നടത്തിയെന്ന് അനന്തശയന മാഹാത്മ്യം എന്ന ഗ്രന്ഥം പ്രസ്താവിക്കുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് 5000-ൽ പരം വർഷത്തെ പഴക്കമുണ്ട്. വില്ലുമംഗലം സ്വാമികളെക്കുറിച്ചുള്ള ഐതിഹ്യപ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പഴക്കം 1200-ൽ പരം വർഷമെന്ന് നിർണയിച്ച് അത്രയും പഴക്കം ഈ ക്ഷേത്രത്തിനും കൽപ്പിക്കാവുന്നതാണ്. ക്രിസ്തുബ്ദം 14-ാം നൂറ്റാണ്ടിനു മുമ്പ് എഴുതപ്പെട്ട അനന്തപുര വർണ്ണനം എന്ന മണിപ്രവാള കൃതിയിൽ പഞ്ചപാണ്ഡവരിൽ വീരനായ അർജുനൻ തിരുവനന്തപുരത്ത് വന്ന് 24 തീർത്ഥങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. അവയിലൊന്ന് വരാഹതീർത്ഥമാണ്. കൃതിയിൽ ക്ഷേത്രത്തിന്റെ സൂചനയുമുണ്ട്. ക്ഷേത്രത്തിനു മുന്നിൽ 6 ഏക്കറോളം വിസ്താരത്തിൽ കിടക്കുന്ന കുളമാണ് അർജുനൻ നിർമ്മിച്ച വരാഹതീർത്ഥം. തനിച്ച് 1 കൊല്ലം തീർത്ഥാടനം നടത്തിയ കാലത്തോ മറ്റു പാണ്ഡവരോടും പാഞ്ചാലിയോടും കൂടി വനവാസം ചെയ്ത കാലത്തോ ആണ് അദ്ദേഹം ഇത് നിർമ്മിച്ചത്. അതിൻ പ്രകാരം 5100 വർഷത്തോളം പഴക്കം ഇതിനുണ്ട്. പാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടങ്ങളിൽ കൂടി സഞ്ചരിച്ചതായി പറയപ്പെടുന്നതിന് മഹാഭാരതത്തിൽ സൂചനകളുണ്ട്.
അപ്പോൾ അനന്തശയന മാഹാത്മ്യത്തിൽ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രാരംഭകാലം വിശ്വസനീയമാവാം. അഗസ്ത്യമുനി ആചാരങ്ങളും ആരാധനാരീതികളും പ്രചരിപ്പിക്കാൻ നേരത്തെ തന്നെ ഈ ദിക്കുകളിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആദ്യകാലത്തുണ്ടായ ക്ഷേത്രങ്ങൾ പിന്നീട് ബുദ്ധ-ജൈന മതങ്ങളുടെ പ്രചാരത്തോടുകൂടി അവഗണിക്കപ്പെട്ട് കാടുകയറി. ആ പശ്ചാത്തലത്തിലാണ് വില്വമംഗലം സ്വാമിയാരെക്കുറിച്ചുള്ള ഐതിഹ്യത്തിന്റെ വിശ്വാസ്യത. അതൊരു പുനരുദ്ധാരണത്തിന്റെ സൂചികയുമാവാം. ക്ഷേത്രത്തിൽ ദേവന്റെ ദൃഷ്ടി പടിഞ്ഞാറോട്ടാണ്. ആദ്യകാലത്ത് ദർശനം കിഴക്കോട്ടായിരുന്നത്രേ. ആ ദിക്കിലുള്ളവർക്ക് അടിക്കടി അനർത്ഥങ്ങളുണ്ടായി. അവർ കൂട്ടപ്രാർത്ഥന നടത്തി. അത് കൈക്കൊണ്ട് ദേവൻ സ്വയം പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഇരിപ്പാവുകയും ചെയ്തു എന്ന ഐതിഹ്യം. ശ്രീവരാഹം ക്ഷേത്രം നായന്മാർക്ക് പ്രാമാണ്യമുണ്ടായിരുന്ന ഊരുസഭയുടെ ഭരണത്തിലായിരുന്നെന്ന് പറഞ്ഞു കേൾക്കുന്നു. മതിലിന് കിഴക്കും വടക്കുമുള്ള ഭാഗങ്ങളിലും ധാരാളം നായർ ഭവനങ്ങളുണ്ടായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടുവീട്ടിൽ പിള്ളമാരുടെ ശക്തി നശിപ്പിച്ചപ്പോൾ ഇവിടെയും പരിവർത്തനമുണ്ടായി. ഊരുസഭയുടെ അധികാരം നിന്നു. ക്ഷേത്രം രാജനിയന്ത്രണത്തിലായി. കിഴക്കും വടക്കുമുള്ള സ്ഥലങ്ങൾ കൊട്ടാരം വകയായി മാറി. പിന്നീട് രാമയ്യൻ ദളവയുടെ പ്രേരണയിലും പുതിയ അനുകൂല സാഹചര്യങ്ങളിലും ധാരാളം തമിഴ് ബ്രാഹ്മണർ ഇവിടെ വന്ന് താമസം ആരംഭിച്ചു. ചിങ്ങത്തിലെ തിരുവോണമാണ് വിഷ്ണുവിന്റെ തിരുനാൾ. മേടത്തിലെ മൂലമാണ് വരാഹ ജയന്തി. ഈ ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ മാസത്തിലെയും തിരുവോണവും മൂലവും വിശേഷ ദിവസങ്ങളാകുന്നു. മീനമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി അത്തത്തിന് ആറാട്ടായി 8 ദിവസത്തെ തിരുവുത്സവമുണ്ട്. കൊടിയേറ്റ് നാളിൽ അത്താഴ ശീവേലി കഴിഞ്ഞും മറ്റു ദിവസങ്ങളിൽ പള്ളിവേട്ട വരെ ഉച്ചയ്ക്കും രാത്രിയിലും ശ്രീഭൂതബലി പതിവാണ്. രണ്ടാം ഉത്സവം മുതൽ പള്ളിവേട്ട വരെ എന്നും നവകവുമുണ്ട്. കിഴക്കേ ഗ്രാമത്തിലാണ് പള്ളിവേട്ട. ആറാട്ടു ദിവസം കാലത്ത് ആറാട്ട് ബലി കഴിഞ്ഞ് ബിംബം ആറാട്ടിനായി എഴുന്നള്ളിക്കും. ശ്രീ പത്മനാഭൻ ശംഖുമുഖത്ത് ആറാട്ടിനു പോകുമ്പോൾ കൂടെ പോയി ആറാടും. ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറും ഗോപുരങ്ങളും ആനക്കൊട്ടിലുമുണ്ട്. കിഴക്കേ ഗോപുരം പണിയിച്ചത് കൊല്ലം 1107 വടക്കേ മതിൽക്കെട്ടിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള നടയിലൂടെയോ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെയോ ചെന്നാൽ നേരെ തിരുനടയിലെത്താവുന്നതാണ്. ശ്രീകോവിലും മുഖമണ്ഡപവും ചെമ്പുമേഞ്ഞതാണ്. പടിഞ്ഞാറോട്ട് ദർശനം ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ രാവിലെ വരുന്ന ഒരു ഭക്തന് ഉദയകിരണം അവൻ്റെ അറിവ് അജ്ഞതായത് മാറ്റി അറിവ് ആ കിരണത്തിലൂടെ ലഭിക്കുകയാണ്. ഒപ്പം ഭഗവാന്റെ ദർശനവും അനുഗ്രഹവും. ശ്രീകോവിലിന് വെളിയിൽ കന്നിമൂലയിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട്. അകത്തെ ദർശനത്തിന് ശേഷം നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണമായി ചെല്ലുമ്പോൾ വായുകോണിൽ ധാരാളം നാഗപ്രതിഷ്ഠകളുള്ള ആൽത്തറയോട് ചേർന്ന് കിഴക്കുവശത്ത് കിഴക്കോട്ട് ദർശനമായി ഒരു കൊച്ചു കോവിൽ കാണാം. ഇതിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതിയെയും ശാസ്താവിനെയും സുബ്രഹ്മണ്യനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഏറെ പഴക്കമുള്ള ശിലാവിഗ്രഹങ്ങളാണ് ഇവ. നിറയെ നാഗപ്രതിഷ്ഠകളുള്ള വേറെ ആൽത്തറകളും തിരുമുറ്റത്ത് കാണാവുന്നതാണ്. പഴയ നായർ തറവാടുകൾ വക കാവുകളിൽ നിന്ന് ഓരോ കാലത്തായി സ്ഥലം മാറി വന്നവയായിരിക്കണം ഈ മതിൽക്കകത്തെ നാഗരൊഴിച്ചുള്ള നാഗപ്രതിഷ്ഠകൾ. മംഗലാപുരം നിവാസികളായ കുഞ്ചിത്തായ മനക്കാരാണ് കാരാൺമയായി ശാന്തി നടത്തുന്നത്. നിത്യവും 5 പൂജയും 3 ശീവേലിയുമുണ്ട്. ക്ഷേത്ര സാധാരണങ്ങളായ എല്ലാ വഴിപാടുകളും ഇവിടെ നടത്താം. ലക്ഷാർച്ചനയാണ് മുഖ്യ വഴിപാട്. ഇതിനോടൊപ്പം ഗരുഡൻ എഴുന്നള്ളിപ്പും നടത്തിക്കാറുണ്ട്. തീർത്ഥകുളത്തിന്റെ നടുക്കുള്ള തെപ്പം ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് പണിയിച്ചതാണ്. രാജവാഴ്ച അവസാനിച്ചതിനു ശേഷം ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലായി. കേരളത്തിൽ ലക്ഷ്മി വരാഹ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീവരാഹം ലക്ഷ്മി വരാഹം ക്ഷേത്രം പഴമ കൊണ്ടും കേരളത്തിൽ ഒന്നാമത് തന്നെ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മോക്ഷദായകമായ ദർശന സൗഭാഗ്യം നുകർന്ന് ജന്മപാപങ്ങളെ കഴുകിക്കളയാൻ ഈ ദേവസ്ഥാനത്തെ ദർശനം പര്യാപ്തമാകുന്നു. പ്രകൃതിയിൽ ഒരു ജീവിയുടെ ആവശ്യം അവസാനിച്ചു എന്ന അറിയിപ്പാണ് മരണം. 1-2 ദിനത്തിലെ ആയുസ്സിലും പൂക്കൾ മനോഹരമായിരിക്കുന്നത് പോലെ ജീവിക്കുന്ന കാലം നന്നായി തന്നെ ജീവിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.